നമസ്കാരം. ചിത്ര പൗർണമി ഉത്സവത്തിനായി മംഗളാദേവി ക്ഷേത്രം ഒരുങ്ങി. മെയ് 1-നാണ് ഉത്സവം. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവേശനം അനുവദിക്കും. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ക്ഷേത്രമുള്ളത്. മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഉള്ളിലായി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത്. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തിയെന്നാണ് ഐതിഹ്യം. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചത്. പുരാതന ചേര ശൈലിയിൽ ശിലാപാളികൾ അടുക്കിവെച്ച നിർമ്മാണ രീതിയാണ് ക്ഷേത്രത്തിനുള്ളിലുള്ളത്. ഇവിടെ നിന്നാണ് കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോയതെന്ന് ആണ് ഐതിഹ്യം. കുമളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് ജീപ്പുകളിൽ പുറപ്പെടാം. ജീപ്പുകൾക്ക് രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1:45 വരെ പ്രവേശനം അനുവദിക്കും. ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് 200 രൂപയാണ് വാടക നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് കടത്തിവിടില്ല. ദർശനം കഴിഞ്ഞിട്ട് വൈകിട്ട് 5-ന് എല്ലാ ഭക്തരും വനമേഖലയിൽ നിന്ന് തിരിച്ചിറങ്ങണം. രാത്രി തങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഭക്തർക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എക്സിറ്റ് പോയിന്റിലൂടെ തന്നെയാണ് ഇത്തവണത്തെയും പ്രവേശനം. തിരക്കൊഴിവാക്കാൻ ക്യൂ ഏർപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണത്തിനും കുടിവെള്ള വിതരണത്തിനും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യസഹായത്തിന് കേരള തമിഴ്നാട് മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ലഭ്യമാണ്. വനത്തിലും ക്ഷേത്ര പരിസരത്തും ഏതെങ്കിലും തരത്തിലുള്ള നൃത്തരൂപങ്ങളോ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പ്രചാരണ സാമഗ്രികളുടെ വിതരണമോ പ്രദർശനമോ അനുവദിക്കില്ല. കർശന നിയന്ത്രണങ്ങളാണ് യാത്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, അലൂമിനിയം ഫോയിൽ എന്നിവ വനത്തിനുള്ളിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഭക്ഷണം വാഴ ഇലകളിൽ തന്നെ പൊതിഞ്ഞു വേണം കൊണ്ടുപോകാൻ. അനുവദിക്കുന്നത് സസ്യാഹാരം മാത്രം. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് പരിപൂർണ വിലക്കുമുണ്ട്. വനത്തിനുള്ളിൽ പാചകം ചെയ്യാനോ പടക്കം പൊട്ടിക്കാനോ അനുവദിക്കില്ല. ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും നിരോധിച്ചിട്ടുമുണ്ട്. ഡ്രോണുകളും ഉപയോഗിക്കാൻ വിലക്കുണ്ട്. എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടുവരരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിത്രപൗർണമി നാളിൽ ധാരാളം ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. 1980-കൾക്കു ശേഷം തമിഴ്നാട് ഈ ക്ഷേത്രത്തിന്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട്.